ഹലോ ഫാമിലി. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഒരു കുട്ടി എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ആ ഒരു കൊച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടും ഉണ്ടാവില്ല. പലർക്കും ഈ ഒരു കുട്ടി പ്രശസ്തയായ ഒരാളല്ല അല്ലേ. പ്രശസ്തയായ ഈ പറഞ്ഞ ആ കുട്ടി തന്നെ പറയുന്ന പ്രശസ്തയായ പലരുടെയും പേരുണ്ട്, അതിൽ പെട്ട ഒരാളല്ല. അപ്പോൾ ആ മോളുടെ കുറേ വേടുകൾ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് ഒലച്ച് കളയുന്നൊരു വേടാണ്. പിന്നെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, ശരിക്കും പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. ഞാൻ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പബ്ലിക്കിൽ വന്ന് പറയാറുണ്ട്. അതിലിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വന്നാലും ശരി, ആരുടെ ഭീഷണി വന്നാലും ശരി, അതിനെതിരെ എന്ത് കേസ് വന്നാലും ശരി, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അല്ല എന്തെങ്കിലും ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ, സംശയങ്ങൾ തിങ്ങി വരുന്ന ഒരു പബ്ലിക്, ഒരു തേർഡ് പേഴ്സൺ ഇതൊക്കെ കാണുമ്പോൾ പബ്ലിക് എന്ന രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാ പേജിൽ, ഞാൻ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ കുട്ടിയുടെ കുറച്ച് വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും കുറച്ചൊക്കെ. ഇത് അറിയാത്തവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞവരെ, കുട്ടി അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ വെക്കാം. ഇവനൊക്കെ റേപ്പ് ത്രെഡിങ് ചെയ്തിട്ട് പോലും ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്മിന സാക്കിറിലല്ലു ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ, എന്താ പ്രശ്നം, കുറെ ദിവസമായല്ലോ, എവിടെ നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രതികരിക്കുക. അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ. വിപ്പാരെ കയറ്റണം നിന്റെ ബാക്കി പറയുന്നില്ല. എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനെയും നിങ്ങളൊന്ന് ആലോചിക്കും. നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. ഞാൻ കേസ് കൊടുത്ത ആ കേസ് ചിലപ്പോ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കും. ഞാൻ നാളെ ചത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാൽ ഓക്കെ ശരി, ആ കുട്ടി മരിച്ചു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു, അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ജീവനോട് ഉള്ളപ്പോഴാണ് നീതി വേണ്ടത്, അല്ലാതെ ചത്ത് കഴിഞ്ഞിട്ട് നീതി. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്ന ചൊറിയന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്ത ആളും, ഇവർ ID തപ്പിപ്പിടിച്ച് അത് ഫേക്ക് ID ആണെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും നമ്മൾക്കുള്ള ആ ഒരു ഇതനുസരിച്ച് വെച്ചിട്ട് തപ്പിപ്പിടിച്ച് ഇവരെ വീട്ടിൽ പോയി മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനിട്ടിട്ടുണ്ട്. എന്നെ അറിയുന്ന വളരെ കുറച്ച് പേരുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കൊച്ചു പറഞ്ഞവർ അത്ര ഫേമസ് കാറ്റഗറി പെട്ട ഒരാളല്ല. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്. കാരണം പബ്ലിക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കമന്റ്സ് വരും. ഒരു ലിമിറ്റ് കഴിഞ്ഞ്, ഒരു ലിമിറ്റ് വരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മളത് മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നോട് ഇത് ചോദിക്കും, എന്നോട് അത് ചോദിക്കും, എന്നോട് വൃത്തിയോട് ചോദിക്കും, ഇത്രയും ഭാഗം മാത്രം വീഡിയോ ഇട്ടാൽ പോലും ചോദിക്കുന്ന രീതികൾ ഭയങ്കര വൃത്തിയോടാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന കുറെ കാര്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അല്ലാതെയുള്ള കമന്റ്സ് അധികം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടാണോ എന്ന് അറിയത്തില്ല. ഒരു പരിധി വരെ കുറെ ലിമിറ്റഡ് ആയിട്ടുണ്ട് കമന്റ്. അത്രയും ജീവിതം മതിയായവർ മാത്രമേ ഇപ്പൊ കമന്റ് ചെയ്യാറുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ലേക്കും മറ്റുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ അയ്യോ നിങ്ങൾ എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ, അതിങ്ങനെയൊക്കെ നടന്നിട്ടല്ലേ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം ഇപ്പോൾ 2026 സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തില് അങ്ങനെ കൈവെക്കാത്തവര് അധികം ഇല്ല. നമ്മുടെ വീട്ടില് നമ്മളുടെ മക്കൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും സമാധാനപ്പെട്ടിരിക്കണ്ട. ഓരോ പുത്രനും ഓരോ പുത്രിക്കും ഒരു ഫേക്ക് ID എങ്കിലും ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ആരും സമാധാനത്തിലിരിക്കേണ്ട. സ്വന്തം മക്കൾ കള്ളന്മാരും കള്ളികളാണെന്ന് പറഞ്ഞ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മകൻ ഒറിജിനൽ ID ഉണ്ട്, പക്ഷെ 5-6 ഫേക്ക് ID ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെല്ലാവരും, അല്ലാതെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചിട്ട് കാര്യമില്ല. കം ടു ദ പോയിന്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഇങ്ങോട്ട് തള്ളക്കൊളിച്ചാൽ അങ്ങോട്ട് ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. അല്ല വൃത്തിയേട് വല്ലതും പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഞാൻ അത് കയറ്റും എന്ന് പറയുമ്പോൾ നിന്റെ അമ്മയുടെ സമാനത്തിൽ ഇങ്ങനെ എന്നെ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ തന്നെയാണ് മറുപടി പറയുന്നത്. ആദ്യമൊന്നും ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ലൈവൊക്കെ ചെയ്യണ സമയത്ത് വിഷമിച്ചിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന എൻ്റെ 1-2 ലൈവുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവര് നമ്മളെ പറയാൻ പ്രാപ്തരാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
അത് കഴിഞ്ഞ് അതിന്റെ ലിമിറ്റ് കഴിഞ്ഞ് ഈ കൊച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പയ്യനെ കേസ് പറഞ്ഞു. അത് പോലീസ് വിളിച്ചപ്പോഴേക്കും അതിന് 18 വയസ്സിന് താഴെയാണ് പ്രായമുള്ളത്. വെറും 18 വയസ്സിന് താഴെ പ്രായമുള്ള ആ ചെറുക്കന്. അതായത് 18 വയസ്സിന് താഴെ ഉള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്രിമിനൽസ് വരുന്നത് 18 വയസ്സിന് താഴെയുള്ളതാണ്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സ്വന്തം മക്കളും ആങ്ങളെയും ഈ പറഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുതുങ്ങളൊക്കെ കള്ളന്മാരും കള്ളികളാണെന്ന് പറഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ പാരന്റ്സിന് നോക്കിക്കൂടെ എന്ന് ഹെലന്റെ വീഡിയോയിലെല്ലാം നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് പാരന്റ്സിന് നോക്കിക്കൂടെ? എന്റെ പൊന്നു മോളെ, പാരന്റ്സിന്റെ കയ്യിലൊന്നും നിൽക്കണ രീതിയിലല്ല ഇപ്പൊ പിള്ളേര് പോയിക്കൊണ്ടിരിക്കണേ. പാരന്റ്സ് എങ്ങാനും അവരുടെ ഫോൺ ഒന്ന് എടുത്താൽ ചിലപ്പോ ആ പാരന്റ്സിനെ മൂക്കിടിച്ച് തെറിപ്പിക്കുന്ന പിള്ളേര് വരെയുണ്ട്. എന്തോരം ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പാരന്റ്സിനെ നോക്കിക്കൂടെ എന്നൊന്നും ഞാൻ ഇവിടെ ചോദിക്കുന്നില്ല. കാരണം പാരന്റ്സിന് ജീവന് പേടിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസിന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫോണിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കളാണെന്ന് നോക്കണ്ട, നാട്ടുകാരെ ബന്ധുക്കളെന്നും നോക്കണ്ട, നേരെ പോലീസിന്റെ സഹായം ആവശ്യപ്പെടുക. 18 വയസ്സിന് താഴെയാണെങ്കിൽ ചൈൽഡ് ലൈൻ ഇൻഫോം ചെയ്യുക. എന്റെ മകൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്റെ മകൻ ഇങ്ങനെ ഒരു ഫേക്ക് ഐഡി വെച്ചിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ വൃത്തിയോട് പറയുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ലാതെ ഒരു പാരന്റ്സിനോട് ഞാൻ പറയത്തില്ല പോയി ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരെ ഫോൺ പോയി നോക്കാനോ ഒന്നും. കാരണം അതുപോലെയാണ് ഇന്നത്തെ അവസ്ഥ. മനസ്സിലായോ? പിന്നെ ഇത് ഇങ്ങനെ നേരിടുന്ന കുട്ടികളോട്, കാരണം നിങ്ങൾ പല വീഡിയോയും കണ്ടിട്ടുണ്ടാവും എനിക്ക് സൈബർ പോലീസിൽ നിന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ട് കിട്ടിയിരുന്നു. അത് എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലോക്കൽ സ്റ്റേഷൻ, ഞാനിവിടെ കരിമുകൾ അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഉള്ള കാര്യം പറയാം, ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേര് പറയാൻ കാരണം ഒരു വകയ്ക്ക് കൊള്ളില്ലാത്തൊരു സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കേസായിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ഓരോ സ്റ്റേഷനിൽ സൈബർ കേസുകൾ നോക്കണമെന്നാണ്, അവരവരുടെ സ്റ്റേഷനിൽ തന്നെ സൈബർ കേസുകൾ നോക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നതേ ഞങ്ങൾ സാധാരണക്കാരുടെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ലോക്കൽ സ്റ്റേഷനിൽ നമ്മളൊരു സൈബർ കേസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ചിലപ്പോൾ 1 അല്ല 2 അല്ല 3-4 കേസിന് നമ്മൾ ചിലപ്പോൾ വേറെ ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ പോലീസിന് സഹായം തേടും. അവരുടെ മുഖത്തുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താണ്? തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് എഴുതി തള്ളുക. ഈ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും അല്ലാതെ സൈബർ കേസുകളിൽ ഞങ്ങൾ എന്താണ് തെളിവ് തരണ്ടേ? ഞാൻ എന്റെ അമ്പലമേട് പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞിട്ടാ, പണിയെടുക്കാത്തൊരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. ഞാനിവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു കുട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോഴും അവര് വരെ പറഞ്ഞൊരു സ്റ്റേഷനാണ്, കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോ സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലോക്കൽ സ്റ്റേഷനിൽ ഒരു നടപടി ആവത്തില്ല. നമ്മൾ സാധാരണ പ്രോപ്പർ വേ എന്നാൽ ലോക്കൽ സ്റ്റേഷനിൽ കൊടുക്കുക തന്നെയാണ്. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ വേറെ നടപടികളൊന്നുമില്ല. അല്ല, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വീഡിയോ ചെയ്യാൻ പോയത്, നിങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ പോരെ, ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഉണ്ടാ, ഒന്നും നോക്കണ്ട. അവിടെ നിന്ന് കിട്ടിയ അതേ ഡയലോഗുകൾ എന്താണോ നമുക്ക് അനുഭവിച്ചത്, സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി, എന്റെ മാനസികാവസ്ഥ ഇതാണ്, എന്താണ് ആ അനുഭവിച്ച കുട്ടി, ഇപ്പൊ ലയനോടായാലും മറ്റുള്ളൊരു കുട്ടിയാണ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിന്റെ സ്വകാര്യ ഭാഗം ആ പാർട്സിൽ ഞാൻ അത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് എഴുതണം. എന്നോട് എന്റെ അമ്മേനെ ഇങ്ങനെ ചെയ്യട്ടെ, എന്നെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് 1/2 എല്ലാം കൃത്യമായി എഴുതി നമുക്കൊരു ഹയർ ഇതുണ്ട്, കമ്മീഷണറോ അല്ലെങ്കിൽ SP ഉണ്ടാവും, ഇല്ലാതെ ഒന്നും ഇരിക്കത്തില്ല. അതൊരു വകതിരിവുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് എറണാകുളത്ത് ഞാനിപ്പോ പോയപ്പോൾ ഉള്ള മുഴുവൻ DCP ആയിക്കോട്ടെ കമ്മീഷണർ ആയിക്കോട്ടെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നമ്മൾക്കുണ്ടായ അനുഭവം വെച്ചിട്ട് നമ്മൾ ചെല്ലേം വേണം, ഞങ്ങൾക്ക് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കണ്ട എന്ന് തീർത്ത് അതിലെഴുതിയിരിക്കണം. നമുക്ക് സംസാരിക്കണം, നമ്മൾ തീർത്ത് പറയണം. നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തവരൊന്നല്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും നമ്മളുടെ മാനസികാവസ്ഥയിൽ നമ്മളൊന്ന് ശബ്ദം ഉയർത്തിയ പോലീസുകാർ മിണ്ടായിരിക്കടി എന്ന് പറയും. മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയണം. കാരണം നമ്മൾ പല മാനസികാവസ്ഥയിൽ ചെല്ലുന്ന ആൾക്കാരാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരു പോലീസ് യൂണിഫോം ഇടരുത്. ആ ഒരു സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ലേ ഈ യൂണിഫോം ഇട്ട് വരുന്നത്. പല രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള ആൾക്കാർ അവിടെ വരും. ചിലവർ കരഞ്ഞു കൂവി വരും, ചിലവർ ദേഷ്യപ്പെട്ട് വരും, ചിലവര് എല്ലാം കൂടി വന്നിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കും. അപ്പൊ അവരോട് മിണ്ടാതിരിക്കടാ എന്നല്ല സംസാരിക്കണ്ടേ, അവരെ ആ മാനസികാവസ്ഥ തീരണവരെ അത് പറയട്ടെ എന്ന് എഴുതണം. അങ്ങനെയുള്ള നടപടിയൊന്നും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൊന്നും ചെയ്യാൻ പറ്റത്തുന്നില്ല. കമ്മീഷണർക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പരാതി കൊടുത്ത് നമുക്ക് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷണം വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ ഡോമിൽ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഓരോ ജില്ലക്കും സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് അത് ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്ത് വെറുതെ കുത്തിയിരുന്നാൽ മാത്രം പോരാ. ഇപ്പൊ ഹെലനോസ് പാസ്ത്രയില് അവര് പറയുന്ന
ഹെലനോസ് പാട്ടാന്നാണ് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ അങ്ങനെ ആവണേ ഹെലനെ. ഓക്കെ, അപ്പോ അതിൽ പറയുന്നുണ്ട് 4-5 വർഷം പുറകെ നടന്നു. നമ്മൾ അനുഭവിച്ച വേദനയാണ് നമ്മൾ പുറകെ നടക്കാനായിട്ട് ഇതാവുന്നത്. നമ്മുടെ ഇവിടുത്തെ നിയമത്തിന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് അതാണ്, നീണ്ടു പോവുക. പക്ഷേ ഇങ്ങനെയുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കേസുകൾ മാക്സിമം 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ഈ ആളെ പിടിച്ചിരിക്കും. അത് പറയാൻ കാരണം യൂട്യൂബ് വഴിയാണോ, ഇൻസ്റ്റാഗ്രാം വഴിയാണോ, ഫേസ്ബുക്ക് വഴിയാണോ. പക്ഷെ സെലിബ്രിറ്റിയുടെ കേസിൽ അങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ട്. പക്ഷെ അല്ലാതെ സാധാരണ ഒരാൾ ചെല്ലുമ്പോൾ അവരാവശ്യപ്പെടുന്ന സമയം, യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമന്റ് വന്നെങ്കിൽ 14 ദിവസത്തെ ഒരു സമയം വേണം. 14 ദിവസത്തെ സമയം എന്ന് വെച്ചാൽ ആദ്യം ഒരു മെയിൽ അയക്കുന്നത് ഇങ്ങനെ ഒരു ചാനൽ, ഇപ്പൊ ലയയുടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റാ പേജ്, ഇങ്ങനെ ഒരു യൂട്യൂബ്, സാറയുടെ ആണെങ്കിൽ ഉണ്ടോ, ഇങ്ങനെ ഒരു കമന്റ് അടിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞ് ഈ പരാതി രജിസ്റ്റർ ചെയ്ത് നമ്മൾ പരാതി കൊടുത്തിട്ട് വെറുതെ പോന്നാ പോരാ, അതിന്റെ സ്ലിപ്പ് വാങ്ങിച്ചിരിക്കണം. നമ്മളൊരു പരാതി കൊടുത്താൽ ആ സ്ലിപ്പ് വാങ്ങിച്ചിരിക്കണം. അപ്പൊ ഇത് വെച്ചിട്ട് വീണ്ടും അവര് റിപ്ലൈ കൊടുക്കുമ്പോൾ അതിനുള്ള സമയമാണ് ഈ പോലീസുകാർക്ക് കൊടുക്കണം. ഒരു 14 ദിവസമാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ന് പറയുന്നത് നമ്മളാണ് വേദനിച്ചത്. ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളും അവൾ അങ്ങനെ നടന്നിട്ടില്ല, ഇങ്ങനെ അങ്ങനെ പലതും വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾക്ക് വേദനിച്ചെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ നടന്നിരിക്കണം. ആ പോലീസുകാർക്ക് തോന്നണം ഇവൾ ഈ കേസിന്റെ പുറകെ ഉണ്ട്, ഇതും കൊണ്ടേ പോവൂ എന്നൊരു ബോധം പോലീസുകാർക്കില്ലാതെ ഒരു പോലീസുകാരും പണിയെടുക്കത്തില്ല. ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ തെണ്ടികളെയൊക്കെ പിടിച്ചിട്ട് കരണക്കുറ്റിക്കൊക്കെ ഓരോന്ന് കൊടുത്തിട്ട് കേസും വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നതുണ്ട്. കാരണം എന്താ അറിയോ, ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കണേക്കാൾ അപ്പുറത്തേക്ക് ശിക്ഷ വേറൊന്നുമില്ല. പിന്നെ യുവമാരെയൊക്കെ ഞാനെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി, ഒരു കോടതിയിൽ പോയി ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അവരും നമ്മളും മാത്രം അറിയത്തുള്ളൂ. ഞാൻ അറിഞ്ഞെടുത്തോളം, ഞാൻ അനുഭവിച്ചെടുത്തോളം എന്റെ ഒരു എക്സ്പീരിയൻസിൽ നാണക്കേടല്ലാതെ ഒരു മനുഷ്യന് വേറൊരു ശിക്ഷയില്ല. കോടതി ജയിലൊന്നും ഇപ്പൊ ഒരു പേടിയുമില്ല. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കും, ഞാൻ കേസായിട്ട് പോകണമെങ്കിൽ കേസായിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ മാപ്പ് പറയുന്നൊരു വീഡിയോ വേണം. ഉറപ്പായിട്ടും അവരത് എഗ്രി ചെയ്യാറുണ്ട്. അവരനുഭവത്തോടെ തന്നെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സേഫ്റ്റിക്ക് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് നമ്മളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിന്റെ പുറകെ നടക്കാതെ മാക്സിമം ഒരു സൈബർ കേസിന്റെ സമയമാണ്, ഒരു സാധാരണക്കാരന് വേണ്ട സമയം കേട്ടോ പറഞ്ഞത്, 1.5 മാസം. അതിനപ്പുറത്തേക്കും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ കാണുന്ന, എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, ഓരോ കേസിന് ഇത്രയും നാളത്തെ ഇതില്ലാന്നുണ്ടെങ്കിൽ ആ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് കോടതിയിൽ ഈ കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിനെ സമീപിക്കാം. കോടതി പറയും പോലീസെ പോയി കേസ് എടുക്കണം, അന്വേഷിച്ചു കൊണ്ടുപോകാന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതില് പുറകെ തൂങ്ങുന്നവന് മാത്രമേ ഇവിടെ പോലീസ് പണിയെടുക്കത്തുള്ളൂ എന്നൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ പറയുകയാണ്. പുറകെ നമ്മൾ വിടില്ല എന്ന്, അല്ലാതെ പൈസ ഉണ്ടെന്നോ പൈസ ഇല്ലാത്തതൊന്നോ അല്ല. ഒരു കൈക്കൂലിയും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറകെ തൂങ്ങിയിരിക്കും. ഇത് എന്താണ് പോലീസിന്റെ വായെന്ന് വീഴണ അത് വെച്ചിട്ട് ഹയർ, അത് കമ്മീഷണർ, SB അല്ല DYSPക്ക് വരെ നമ്മൾ പരാതി കൊടുക്കുമെന്നൊരു ബോധം യുവമാർക്ക് ഉണ്ടായി കഴിഞ്ഞാല് ഒരു കളിയാക്കലും നിങ്ങൾ അവിടെ കേൾക്കേണ്ട ആവശ്യമില്ല. ആ കളിയാക്കൽ വെച്ചിട്ട് അവരുടെ മേളിലുള്ളവർക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. അതെ, ഞാൻ ചെന്നപ്പോ എന്നെ ഇങ്ങനെയാണ് കളിയാക്കിയത്. അപ്പൊ അവർക്കും മനസ്സിലാകണം ഈ പെണ്ണും പിള്ള തീയാണ്, അവളെ തൊട്ട് കഴിഞ്ഞാൽ അവൾ അപ്പം തന്നെ പ്രതികരിക്കുമെന്ന്. ആ ഒരു ബോധം നമുക്ക് വേണം. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ച് അത്ര ഫേമസ് ഒന്നുമില്ല, ഈ കൊച്ചിന്റെ പോയി വീഡിയോ കാണുന്നവരെ ഇപ്പൊ ഈ കൊച്ചോ അത് ഇങ്ങനെ നടക്കണോണ്ട് കിട്ടിയായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇതുപോലെ മക്കളെ. ഈ കാണുന്നവരൊന്ന് ചിന്തിക്കണം. നമ്മുടെ വീട്ടിലെ പിള്ളേർക്കും ഇതൊക്കെ വരുമ്പോൾ ഈ വീഡിയോ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത്, ആ കുഞ്ഞ് അത്രയും എന്താ പറയാ, എനിക്ക് സങ്കടം വന്നുപോയി. കാരണം കമന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഭീകര കമന്റുകളാണ് ആ മറ്റവൻ ചെയ്തിരിക്കുന്നത്. ആ മറ്റവന്റെ ഫോട്ടോ അവള് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കാം. അവന്റെ കുറച്ച് ഫോട്ടോസ് എനിക്കും കിട്ടിയിട്ടുണ്ട് ത്രെഡിൽ പോയപ്പോ. അവന്റെ ഫോട്ടോസ് ഞാനിവിടെ പബ്ലിക്കായിട്ട് വെക്കാൻ പോയി. അതിന് ഡിഫോമേഷൻ വരുവാണെങ്കിൽ ആ കേസ് ഞാൻ അങ്ങ് നടത്തും. അത്രേ ഉള്ളൂ ഇവനോട് പറയാനുള്ളൂ. ഇനിയിപ്പോ മറ്റേ ഇവനല്ല കമന്റ് ഇട്ടെങ്കിൽ അവനല്ല ഇത് കമന്റ് ഇട്ട്, ചേച്ചി എന്റെ ഫോട്ടോ ഇപ്പോഴത്തെ ട്രെൻഡാണ്, എന്റെ ഫോട്ടോ വേറൊരാൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ മോനെ നീ പരാതി കൊടുക്ക്. അപ്പൊ രണ്ടും തെളിയോലോ. നിനക്കെതിരെ ഇപ്പൊ ഒരുപാട് പേര് നിന്റെ ഫോട്ടോ എല്ലാ സ്ഥലത്തും ഇപ്പൊ റീൽസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് നിന്റെ ഫോട്ടോ. ഇപ്പൊ എന്റെ ചാനലിൽ ഞാൻ നിന്റെ ഫോട്ടോ പലതരം ഫോട്ടോസ് ഇടുന്നുണ്ട്. അപ്പൊ നീ അല്ലാതെ ചെയ്തെങ്കിലും നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്ക്. ചേച്ചിക്കെതിരെ മാനനഷ്ടം വേണം, ചേച്ചി ആ കേസ് നടത്തിക്കോളാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ചേച്ചി ആ കേസ് നടത്തിക്കോളാം. കാരണം നമ്മൾ സ്വന്തം വീട്ടിലെ കാര്യമല്ലാതെ അപ്പുറത്തെ വീട്ടിലൊരു കരച്ചിൽ കേട്ടാ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ
നമ്മളെല്ലാം മനുഷ്യരല്ല. പിന്നെ പ്രത്യേകിച്ച് റീച്ചുള്ള ചാനലാവട്ടെ റീച്ച് ഇല്ലാത്ത ചാനലാവട്ടെ, ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മൾ പബ്ലിക്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമാണ്. അപ്പൊ എനിക്ക് ആ ലേക്കൊച്ചിനോട് പറയാനുള്ളത്, നമ്മൾ പുറകെ നടക്കാതെ ഒരു കേരള പോലീസും പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹണി റോസിന്റെ കേസിൽ അവർക്ക് കമന്റ് ഇട്ട എത്രയോ നൂറുകണക്കിന് ആൾക്കാരെ പിറ്റേ ദിവസം പൊക്കി. പക്ഷെ ആ ഒരു കണ്ടന്റ് പറഞ്ഞതുകൊണ്ട് സാറാമ്മയുടെ മോളെ ഒരു കമന്റ് ഇട്ടവനെ 3 മാസമായിട്ട് അറസ്റ്റ് ചെയ്യാത്തവര് പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിയമമൊന്നും മാറാൻ പോകുന്നില്ല. നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ സഹിക്കണമെന്നൊന്നും പറയില്ല. പക്ഷെ വിടാതെ പിടിച്ചാൽ മാത്രമേ കേരള പോലീസ് പണിയെടുക്കുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. കേരള പോലീസ് പണിയെടുക്കണമെങ്കിൽ പിന്നെ കുറച്ച് നല്ല ആൾക്കാരുണ്ട് പോലീസിൽ, പക്ഷെ അവർക്ക് പണിയെടുക്കാൻ പറ്റൂ. അപ്പൊ തന്നെ മേളിന്നും അവിടെ നിന്നൊക്കെ വെളി വരുന്നു, അയ്യേ ഈ കേസ് എന്ന കമന്റ് പറഞ്ഞ കേസല്ലേ, ദേ ഇവിടെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു, ദേ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു, അത് നോക്കൂ. പച്ചയ്ക്ക് പറഞ്ഞതാ ഒരു പോലീസുകാരൻ, ചേച്ചി ഞങ്ങൾ ഈ കേസായിട്ട് പോകുമ്പോഴേക്കും ദേ ഞങ്ങൾക്ക് ദേ കൊലപാതകത്തിന്റെ കേസ്, അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ കുഞ്ഞൊക്കെ ഇങ്ങനെയുള്ളവരെ കമന്റ് ഒക്കെ നേരിടാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കേസിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ എന്നെ ഞാൻ ബസ്സിൽ പോയപ്പോ എന്നെ ഇവിടെ തോണ്ടിന്ന് പറയും, ഓ വേറൊന്നും നടന്നില്ലല്ലോ, നിന്റെ പേഴ്സണൽ ഭാഗത്തൊന്നും പിടിച്ചില്ലല്ലോ, പിടിക്കട്ടെ അപ്പൊ നമ്മൾ നടപടിയെടുക്കുക. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, ഈ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അയ്യോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ഇതുണ്ടായില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യുമ്പോ, ചൊറിയന്മാര് ചെയ്യുമ്പോ നിങ്ങൾ ചുമ്മാ കമന്റ് ചെയ്യല്ലേ, നിങ്ങൾ അങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊല്ലൂ. പിലയാന്ന് പറയുന്ന കുട്ടീനെ പോലെ എല്ലാ പെൺകുട്ടികളെ നിങ്ങൾ കമന്റ് ചെയ്യല്ലേ, കൊല്ലൂ. അപ്പോഴേ കേരള പോലീസ് അനങ്ങത്തുള്ളൂ അല്ലേ? ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ഒരുപാട് കമന്റ്സ് ഇപ്പൊ ഇവിടെ നെഗറ്റീവ് എന്റെ വീഡിയോന്റെ താഴെ വരും. വെറുതെ വീട്ടിലിരുന്ന് പറയണല്ലാതെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബേഴ്സ്, നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം 100 പേര് വ്യൂ ഉള്ളൂ, 100 പേര് സബ് ഉള്ളെങ്കിൽ പോലും നമ്മൾ വാ തുറന്ന് പ്രതികരിക്കണം. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുന്ന വീഡിയോ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഒരു കമന്റോ അല്ലെങ്കിൽ ചീത്ത അനുഭവം ഉണ്ടായിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു, എങ്ങനെ അത് നേരിട്ടു, അതിന് നടപടി ഉണ്ടായോ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? കാരണം ഒരാൾക്കെങ്കിലും നമ്മൾ ഒരു സപ്പോർട്ട് ഇങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റണം. നമ്മളെ നിയമമോ നമ്മുടെ ഗവൺമെന്റോ പലർക്കും 90% സാധാരണ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള പ്ലാറ്റ്ഫോം വഴിയെങ്കിലും സപ്പോർട്ട് എടുക്കണം. പിന്നെ ആ കൊച്ച് ആ പയ്യന്റെ ഒരു ഫോട്ടോ തപ്പിപ്പിടിച്ചിട്ട് ഈ കമന്റ് ഇട്ട് വൃത്തിയായിട്ടവന്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പിൻ ചെയ്യാം. ആ തെണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടിയായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ ഉണ്ട്. അവൻ പോയി കേസ് കൊടുക്കട്ടെ. ഡിഫോമേഷൻ വരണമെങ്കിലല്ലേ ഞാനത് നേരിട്ടോളാം. ഇത്രയേ ഉള്ളൂ പറയാൻ. പലരും എന്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്, ആരാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത്, ആരാണ് ഇത്രയും വൃത്തികേടായിട്ട് കമന്റ് ഇടുന്നതെന്ന്. ഈ ഫോട്ടോ കാണുന്ന ഇവനാണ്. ഇവൻ ആർക്കെങ്കിലും അറിയെങ്കിൽ അഡ്രസ്സ് സഹിതം എനിക്കൊന്ന് പറഞ്ഞു കേട്ടോ. കാരണം വീട്ടിൽ പോയിരുന്ന് വീട്ടുകാരെ കാണാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു പുത്രനെ ജനിപ്പിച്ചതിനെ ഒന്ന് കണ്ട്